ഇത് വീണ് കിട്ടുന്ന മാങ്ങ കേട്ടോ. ഇപ്പോൾ ചൂടായതുകൊണ്ട് നല്ല മാങ്ങകൾ കണ്ട ഇതൊക്കെ നല്ലതാണ്, പക്ഷേ ചൂടായതുകൊണ്ട് ഇങ്ങനെ വീഴും. ഇതെന്തൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച്, ഇതുപോലെ കിട്ടിയതാണ് കേട്ടോ. നല്ലപോലെ കഴുകിയെടുക്കണം, അങ്ങനെ നമുക്ക് താഴെ വീണല്ല. താഴെ വീണ് മാത്രമല്ല കേട്ടോ, ഇതിൽ പറിച്ചെടുത്തതുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ചമ്മന്തിയാക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മുറിച്ച് കഴിയുമ്പോൾ കണ്ട ഇതുപോലെ കേടുണ്ടാവും, അത് കളയണം. എന്നിട്ട് നല്ലതായിട്ട് ഭാഗം മാത്രം മുറിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് ചെറിയുള്ളി, എരിവിന് കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, വെളിച്ചെണ്ണ ഇത്ര ഒഴിച്ചിട്ട് ഇതുപോലെ എടുക്കണം കേട്ടോ. ശരിക്കും അരയണ്ട, പിന്നെ ചവയ്ക്കാൻ പ്രശ്നമുള്ളവർക്ക് ശരിക്കും അരച്ചെടുക്കുക. പിന്നെ ബാക്കിയുള്ള മാങ്ങ ഇതുപോലെ മുറിച്ചിട്ട് മുളക് പൊടിയും ഉപ്പും മാത്രം എടുത്തിട്ട്, അതായത് ഇവിടെ വേഗം ചിലവാകും അത്, അതുകൊണ്ട് ഞാൻ വേറെ കായപ്പൊടിയും വേണമെങ്കിൽ ചേർക്കാം. ഇത് ജസ്റ്റ് മുളക് പൊടി ഉപ്പും മാത്രമേ മിക്സ് ആക്കിയിട്ടുള്ളൂ. ഇത് ഞാൻ കഴുകിയിട്ട് മുറിച്ചിട്ടും കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളപ്പറ്റും ഉണ്ടാവും, അതുകൊണ്ട് അധികം ഇരിക്കില്ല, വേഗം എടുക്കണം. അപ്പോൾ കഞ്ഞിയായിരുന്നു, ചെറുപയറിട്ടിട്ട് നമുക്ക് എളുപ്പമാണ്. നമുക്ക് രാത്രിയായാലും ഉച്ചയ്ക്കായാലും പെട്ടെന്ന് ചോറിൻ്റെ കൂടെ കുറച്ച് പയറും കൂടി ഇട്ട് വെച്ചാൽ എളുപ്പമാണ്. ഇങ്ങനെ ആക്കിയ നല്ല സ്വാദാണ്. അതിൻ്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ. ഇവിടെ എൻ്റെ മൂത്ത ആൾക്ക് ചമ്മന്തി ഇഷ്ടമല്ലാത്തവനും കഴിച്ചു ഈ ചമ്മന്തി, അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ ചമ്മന്തിയും ആ മാങ്ങ അച്ചാറ് പോലെ ആക്കിയതും പപ്പടവും ഈ കഞ്ഞിക്ക് നല്ല കോമ്പിനേഷനായിരുന്നേ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ തന്നെ വെള്ളം വരുന്നു. ഇന്നലെ രാത്രി ആക്കിയതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് പറഞ്ഞ പോലെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് സദ്യ അതുപോലെ ഹെവി മീൽസൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി ഒരു സിമ്പിളായിട്ട് എന്തെങ്കിലും വേണമെന്നൊക്കെ തോന്നുമ്പോൾ അല്ലെങ്കിൽ കുറേ യാത്ര ചെയ്തൊക്കെ വന്നിട്ട് ഒക്കെ ഞങ്ങൾ ഇവിടെ ആക്കുന്ന ഒരു കഞ്ഞിയാണിത്. ചെറുപയറും അരിയുടെ കൂടെ